അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള നറുക്കെടുപ്പ് പൂർത്തിയായി. കേരളത്തിൽ നിന്ന് 14,590 പേർക്കാണ് അവസരം ലഭിച്ചത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 1,22,500 പേർക്കും അവസരം ലഭിച്ചു. ഹാജിമാർക്ക് മികച്ച സേവനം ലഭ്യമാക്കുമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോകാൻ അവസരം തേടിയുള്ള അപേക്ഷകരിൽ 1,51,981 പേർ യോഗ്യത നേടിയെങ്കിലും 1,22,518 പേരെയാണ് തെരഞ്ഞെടുത്തത്. ഏറ്റവും കൂടുതൽ അപേക്ഷകർ ഗുജറാത്തിൽ നിന്നുമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ദമൻ ആൻഡ് ദിയുവിൽ നിന്നും 27 പേർ മാത്രമാണ് അപേക്ഷ നൽകിയത്. കേരളത്തിൽ നിന്നും ലഭിച്ച അപേക്ഷകരിൽ 20,636 പേർ അപേക്ഷിച്ചപ്പോൾ 14,590 പേർക്കാണ് അവസരം ലഭിച്ചത്. ഡൽഹി RK പുരം ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന ഡിജിറ്റൽ റാൻഡം സെലക്ഷൻ നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആകെ എലിജിബിൾ ആയിട്ടുള്ള അപേക്ഷകൾ വന്നത് 1,51,981. ഇതിൽ ഇന്ന് ഖുറ വഴി സെലക്ട് ചെയ്ത അടുത്ത വർഷത്തെ ഹജ്ജിന് പോകാൻ യോഗ്യത നേടിയിട്ടുള്ളത് 1,22,518 പേരെയാണ്. ഇക്കുറി ഏറ്റവും കൂടുതൽ അപേക്ഷ വന്നിട്ടുള്ളത് ഗുജറാത്തിൽ നിന്നാണ്. 24,484 പേർ ഗുജറാത്തിൽ നിന്ന് ഹജ്ജിന് അപേക്ഷ നൽകിയിരിക്കുന്നു. ഏറ്റവും കുറവ് കേന്ദ്രഭരണ പ്രദേശമായ ദമൻ ആൻഡ് ദിയുവിൽ നിന്നാണ്. 27 പേര് മാത്രമേ അവിടുന്ന് അപേക്ഷിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യ ഗഡുവായ 1,30,300 രൂപ ഈ മാസം 25-ന് മുമ്പ് അടയ്ക്കണം. ഹജ്ജുമായി ബന്ധപ്പെട്ട നടപടികൾ നേരത്തെ പൂർത്തിയാക്കണമെന്ന് സൗദി നിർദ്ദേശിച്ചിരുന്നു. 150 ഹാജിമാർക്ക് ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ 817 ഉദ്യോഗസ്ഥരെ ഹാജിമാരുടെ സേവനങ്ങൾക്കായി വിട്ടുനൽകുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വ്യക്തമാക്കി. ജനം, ഡൽഹി.